മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കടുവ ഉൾവനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് എത്തി. വണ്ടിപ്പെരിയാർ, തങ്കമല, മാട്ടുപ്പെട്ടി 6-ാം നമ്പർ ഭാഗത്താണ് കടുവ ഇപ്പോൾ ഉള്ളത്. വനംവകുപ്പ് തീവ്രമായി തന്നെ നിരീക്ഷണം കടുവയെ നടത്തിവരികയാണ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി മോണിറ്ററിംഗ് കമ്മിറ്റി വീണ്ടും കടുവയെ കൂടുവെച്ച് പിടികൂടാൻ തീരുമാനിച്ചു. കടുവയെ പിടികൂടി ഉൾവനത്തിൽ വിടണമോ അതോ മൃഗശാലയാക്കണമോ എന്ന കാര്യത്തിൽ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ നിർദ്ദേശം തേടിയിട്ടുണ്ട്. ഈ മാസം 2-ാം തീയതിയാണ് മൂന്നാർ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കടുവയെ പെരിയാർ ടൈഗർ റിസർവിന്റെ ഉൾവനത്തിലെത്തിച്ച് തുറന്നുവിട്ടത്. കടുവയുടെ നീക്കങ്ങൾ അറിയുന്നതിനു വേണ്ടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. 10 പേരടങ്ങുന്ന വനപാലക സംഘം കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി കടുവയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. തങ്കമല, മൂലക്കയം, മാട്ടുപ്പെട്ടി 6-ാം നമ്പർ ഭാഗത്ത് പ്രദേശവാസിയെ ശേഖർ എന്നയാൾ കടുവ തേയിലത്തോട്ടത്തിലേക്ക് എടുത്തു ചാടുന്നത് കണ്ടു. ഈ വിവരം നാട്ടുകാർ ഉടൻ തന്നെ വനപാലകരെ അറിയിച്ചു. അവരെത്തിപ്പെടുകയും അവരുദ്ദേശിച്ച കൂടുതൽ പ്രൊട്ടക്ഷൻ അവരുടെ എല്ലാ വാഹനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെയായി തന്നെ എത്തിപ്പെട്ട് ആത്മാർത്ഥപരമായ സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്നലെ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ മുമ്പ് സംസാരിച്ചില്ലേ, പുള്ളി അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയമാണ് ഈ കടുവ ഫ്രണ്ടിൽ കൂടെ ചാടുന്നത്. അന്നേരം തന്നെ ഉദ്യോഗസ്ഥന്മാർ അറിയിക്കുകയും ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ രാത്രി തന്നെ വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുകയും. പെരിയാർ കടുവ സങ്കേതം അസിസ്റ്റന്റ് ഫീൽഡ് ഡയറക്ടർ ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ രാത്രി 11 മണിയോടെ കൂടുതൽ വനപാലക സംഘം സ്ഥലത്തെത്തി നിരീക്ഷണം ശക്തമാക്കി. കൂടുതൽ RRT അംഗങ്ങളും സ്ഥലത്തുണ്ട്. കോട്ടയം DFO പ്രഫുൽ അഗർവാൾ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് വരികയാണ്. 5ഓളം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരും വിവിധ RRT, വൈപ്പർ ടീം അംഗങ്ങൾ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി 100ഓളം പേർ വരുന്ന സംഘം വിവിധ ഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്തു വരികയാണ്. ഇടുക്കി ജില്ലാ ഭരണകൂടവും സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു. ഇടുക്കി വിഷൻ, കുമളി.